ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. റാഗിപ്പൊടി വെച്ചിട്ടാണ് ഈ ഒരു പുട്ട് ഞാനിവിടെ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. ഈ ഒരു പുട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് പുട്ടുകുടത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. വളരെ ഈസി ആയിട്ട് ഇഡ്ഡലി പാത്രത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു പുട്ടാണിത്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു പുട്ട് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അതല്ലെങ്കിൽ ഈവനിങ് സ്നാക്സൊക്കെ ആയിട്ട് തയ്യാറാക്കിയിട്ടൊക്കെ കഴിക്കാം കേട്ടോ. വളരെ ഹെൽത്തിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടത്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു പുട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടുത്തെ ഒരു പാത്രത്തിലോട്ട് 1.5 കപ്പ് റാഗിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു പൊടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അതിന് ശേഷം ഇതിലോട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു പൊടി നനച്ചെടുക്കാം. നമ്മൾ സാധാരണ പുട്ടിനൊക്കെ പൊടി നനച്ചെടുക്കണ പോലെ നനച്ചെടുക്കാം കേട്ടോ. പച്ചവെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ പൊടി ഞാനിവിടെ നല്ലോണം തന്നെ നനച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ നല്ലോണം അങ്ങനെ കട്ടകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കിട്ടാനായിട്ട് ഇതുപോലെ ഒരു തവി എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താലും മതി കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഇതിലുള്ള വലിയ കട്ടകളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഉടഞ്ഞ് കിട്ടും. ഇത് നമ്മൾ സാധാരണ അരിപ്പുട്ടോ അതല്ലെങ്കിൽ റവപ്പുട്ടൊക്കെ നനച്ചെടുക്കുന്ന സമയത്തും ഇതുപോലെ മാവ് നനച്ചെടുക്കുന്ന സമയത്തും ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. നമ്മൾ കൈകൊണ്ട് പൊടി ഇങ്ങനെ ഉടച്ചെടുക്കണക്കായും ഈസിയാണ് കേട്ടോ ഇതുപോലെ അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഒട്ടും കട്ടകളൊന്നും ഇല്ലാത്ത വിധത്തിൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു പൗഡർ രൂപത്തിൽ നമുക്ക് ഒരു പുട്ടിൻ്റെ പൊടി നനച്ചെടുത്തത് കിട്ടും കേട്ടോ. അപ്പോൾ അതെ നന്നായിട്ട് തന്നെ ഞാൻ ഇതിലത്തെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവി കയറ്റിയിട്ടൊന്ന് വേവിച്ചെടുക്കാം. ആവി കയറ്റിയിട്ട് വേവിക്കാനായിട്ട് ഞാനിവിടെ ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഒരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ വാഴയില വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള വാഴയില കുറച്ച് വാടിയിട്ടുണ്ട് കേട്ടോ. ഇത് വാങ്ങി വെച്ചിട്ട് കുറച്ച് ദിവസമായി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള വാഴയിലൊക്കെ കിട്ടുമെങ്കിൽ അതെടുക്കുക. അഥവാ വാഴയില ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു കോട്ടൻ്റെ ക്ലീൻ ആയിട്ടുള്ളൊരു തുണി വിരിച്ചിട്ടിട്ട് ഈ ഒരു പൊടി ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ വാഴയിലയിലേക്ക് ഈ ഒരു പൊടി മൊത്തത്തിൽ ഇട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് കൂടെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10-12 മിനിറ്റോളം ഇതൊന്ന് ആവി കയറ്റിയിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ പുട്ടിൻ്റെ മാവ് ഇതേ നല്ലോണം തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ അത് വെന്തോന്നുള്ളത്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ കാണുമ്പോൾ ഇങ്ങനെ ആകെ കട്ട പിടിച്ച പോലെയാണ് ഉണ്ടാവുക. പക്ഷേ അതൊരു സ്പൂൺ വെച്ചിട്ട് പെട്ടെന്നൊന്ന് ഉടച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല പൊടി പോലെ നമുക്കിത് കിട്ടും കേട്ടോ. ചൂടോടെ തന്നെ വേണം കേട്ടോ ഇതിങ്ങനെ ഒന്ന് പൊടിച്ചെടുക്കാനായിട്ട്. നന്നായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇവിടെ 1 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തേങ്ങ കൂടുതലൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ 2 ഏലക്ക കുറച്ച് പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ ശർക്കര പൊടി കൂടെ ചേർക്കുന്നുണ്ട്. പൊടിയായിട്ട് കിട്ടുന്ന ശർക്കര ഉണ്ടല്ലോ, അതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ ശർക്കര പൊടിക്ക് പകരമായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. അതുമല്ല ശർക്കരയും വേണ്ട പഞ്ചസാരയും വേണ്ടെങ്കിൽ വെറും ഈ ഒരു തേങ്ങയും അതുപോലെ തന്നെ റാഗിപ്പൊടി വേവിച്ചതും കൂടെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പുട്ട് വേവിച്ച് കഴിക്കണ ആ ഒരു ടേസ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ചേർത്തിട്ടുണ്ടെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം. അതല്ല ഇതൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിലും ഇങ്ങനെയും കഴിക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പുട്ടാണ് കേട്ടത്. അപ്പോൾ തേങ്ങയും ശർക്കരയും ഏലക്കപ്പൊടിയൊക്കെ ചേർത്തിട്ട് നല്ലോണം മിക്സാക്കി കൊടുത്തതിന് ശേഷം പഴം കട്ട് ചെയ്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക. നല്ലോണം പഴുത്തിട്ടുള്ള പഴമാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ 2 റോബസ്റ്റ പഴമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് പകരമായിട്ട് നേന്ത്രപ്പഴമോ അതല്ലെങ്കിൽ മൈസൂർ പഴമോ നമുക്ക് എടുക്കാവുന്നതാണ്. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വേണം കേട്ടോ ചേർക്കാനായിട്ട്. ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റാഗി പുട്ട് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഒരു വെറൈറ്റി ടേസ്റ്റും വെറൈറ്റി രീതിയിലുള്ള പുട്ടാണ് കേട്ടത്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഹെൽത്തിയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. അവർ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്തൊക്കെ ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇങ്ങനെ പുട്ട് തയ്യാറാക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കിതിന് വേണ്ടിയിട്ട് വേറെ കറിയൊന്നും തയ്യാറാക്കിയിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.